പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഹരി ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ നിങ്ങൾ ഓരോ കുടുംബാംഗങ്ങളോടും 100,000 സ്നേഹാശംസകൾ. മാനവരാശി സമസ്ത മേഖലകളിലും പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുനിമിഷം ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ശരി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്തായാലും ശരി, സമാനതകളില്ലാത്ത പുരോഗതിയിലൂടെ മനുഷ്യൻ കടന്നു പോകുകയാണ്. പക്ഷേ അവൻ്റെ ചിന്താഗതികളും അവൻ്റെ ആഹാര വിഹാരങ്ങളും പശുഭിശ്ച നരാസമ മൃഗങ്ങളെ പോലെയാണ്. ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 വർഷം മുന്നേ ഉള്ള ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരാണ് മാംസം കഴിക്കുന്നവർ. അവിടെ നിന്നും മനുഷ്യന് പരിവർത്തനം വന്ന് ആധുനിക മനുഷ്യൻ മദ്യവും മയക്കുമരുന്നും മാംസഭക്ഷണവും കഴിക്കുന്ന ഒരു മൃഗീയ സംസ്കൃതിയിലാണ് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഹിന്ദുവിനെങ്കിലും അട്ടിമുട്ടി ഒരു പരിവർത്തനം വരുത്തണം. ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിലും ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുന്ന ഓരോ സഹോദരന്മാരും ഈ പശുഭിശ്ച നരാസമ എന്നുള്ളതിനെ അവിടെ നിന്നും ഉയരണം. ആ പ്രാകൃത സംസ്കൃതിയിൽ ജീവിക്കുന്നവരെയാണ് പറയുന്നത് മനുഷ്യരൂപേണ മൃഗം ചരന്തി. അവർ മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് എന്നുള്ളതാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം, ദാറ്റ് ഈസ് ലൈഫ്, അതാണ് ജീവിതം. അത് ഉത്തമ ജീവിതം നയിക്കാൻ പുരുഷോത്തമന്മാരായി ജീവിക്കണം. ജന്നുർ നാരായണോ നര, വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് നാരായണന് അവൻ്റെ ജീവിതത്തിൽ നരന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് നാരായണനായിട്ട് ഉയരാനും വളരാനും. ഇതാണ് ഹൈന്ദവ സംസ്കൃതി. അവൻ മനുഷ്യനെയാണ് മാധവനായി പൂജിക്കുന്നത്, നരനെയാണ് നാരായണനായി പൂജിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ പേരിടും പുരുഷോത്തമെന്ന്. പുരുഷോത്തമെന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മം എന്നുള്ളതാണ്. പുരുഷന്മാരിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ സർവോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണൻ. അപ്പോൾ ഈ ആധുനിക മനുഷ്യന് ഉയരാനും വളരാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സമസ്ത മേഖലകളിലും ഉണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തണം. ഒപ്പം
ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനവും വിജ്ഞാനവും, അറിവ്, ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ശരി, എൻജിനീയറിംഗ് രംഗത്തായാലും മെഡിക്കൽ സയൻസ് ആയാലും എല്ലാ രംഗത്തും വളരണം. ഒപ്പം ശ്രദ്ധിക്കണം, വ്യക്തിത്വ വികാസം കൂടെ അവിടെ നടക്കണം. അവൻ്റെ ഇന്നർ എൻജിനീയറിങ്, അവൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വം കൂടി വികസിക്കണം. ഉദ്ധരേതാത്മനാത്മാനം. ഭഗവാൻ പൂർണ്ണ പുണ്യാവതാരം എടുത്തിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഉദ്ധരേതാത്മനാത്മനം. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ചിന്മയാനന്ദ മഹാരാജ്. ഭഗവത്ഗീത എന്ന നാമധേയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള പേരാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും, ലിഫ്റ്റ് യുവർ സെൽഫ്, ലിഫ്റ്റ് യുവർ സെൽഫ് ബൈ യുവർ സെൽഫ്, ലിഫ്റ്റ് യുവർ സെൽഫ് ബൈ യുവർ സെൽഫ്. അത് സ്വയം ഉയരണം, സ്വയം വളരണം, ആകാശത്തോളം വളരണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, വരും തലമുറയുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അവരെ പ്രാപ്തമാക്കാൻ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം കൂടെ അവരെ പഠിപ്പിക്കണം. പൂർണ്ണ പുണ്യാവതാരമായ കൃഷ്ണനാണ് ഇത് നമ്മോട് പറയുന്നത്. അപ്പോൾ തന്നെ പ്രൊഫഷനുകളുടെ പാഷനായി മാറ്റണം ഭഗവത്ഗീത. കാരണം കൃഷ്ണൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ തയോരൈക്യം കൃഷ്ണയിത്യഭിധീയതേ. തയോരൈക്യം കൃഷ്ണയിത്യഭിധീയതേ. പൂർണ്ണ പുണ്യാവതാരം നമ്മോട് പറയുന്നു, എനിക്ക് തുല്യമാകണം, എനിക്ക് തുല്യമാകണം. കൃഷ്ണനാണ് പറയുന്നത്. കൃഷ്ണൻ പൂർണ്ണ പുണ്യാവതാരമെടുത്ത് പൂർണ്ണമായ ബ്രഹ്മത്തിന് തുല്യമാണ് കൃഷ്ണൻ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ആ കൃഷ്ണന് തുല്യമാകണം മാനവരാശി എന്നുള്ളതാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും. അത് നമുക്ക് അത്ഭുതകരമായി കൃഷ്ണൻ അവതരിപ്പിക്കുകയാണ്. ഈ പുരുഷോത്തമനായി ഉയരാൻ വേണ്ടി മാനവരാശിയെ യുജ്യതേ ഇത് യോഗ, ആ കൃഷ്ണനുമായി യോജിക്കാൻ, ആ പരമാത്മ തത്വവുമായി യോജിക്കാൻ, ആ ബ്രഹ്മവുമായി യോജിക്കാൻ കൃഷ്ണൻ നമ്മോട് പറയുന്നതാണ് ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം. 15-ാമത്തെ അധ്യായത്തിന് ഇപ്രാവശ്യം വളരെ 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 പ്രത്യേകതയുണ്ട്. കാരണം സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെ ചിന്മയ അമൃതവർഷ മഹോത്സവത്തിന് തിരഞ്ഞെടുത്തത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത ചൊല്ലുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൽ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുകയും എല്ലാം ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉടുപ്പിയിൽ അതിഗംഭീരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ലക്ഷകണ്ഠ ഗീത എന്ന് പറയുന്ന ഒരു ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതിഗംഭീരമായി മറ്റാരുമല്ല നമ്മുടെ ഭാരതത്തെ വിശ്വഗുരുവാക്കി ഉയർത്തിയ അവതാര പുരുഷനായ നരേന്ദ്ര മോദിജിയുടെ ഒപ്പമാണ് ഈ 1,00,000 ഗീത ഉപാസകന്മാർ കൂടി നമ്മുടെ പ്രധാനമന്ത്രി യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോസ്ഥതോജയ സയത് പ്രമാണം കുരുതേ ലോകസ്ഥത അനുവർത്തതേ. ലോകത്തിൻ്റെ വിശ്വഗുരുവായി ശ്രീമദ് ഭഗവത്ഗീതയും ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെ ചൊല്ലുകയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണിത്, ചൊല്ലുകയും ചെയ്തതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ലോകത്തെ ഏകദേശം 20ഓളം യൂണിവേഴ്സിറ്റികളിലാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ IAS, IPS, IFC, മിലിറ്ററി ഇതിനെല്ലാത്തിനും ഭഗവത്ഗീത നിർബന്ധമായി പഠിക്കണം. നമ്മളെ കുട്ടികളെയൊക്കെ ഇപ്പോഴേ പഠിപ്പിക്കാൻ തുടങ്ങിക്കോ. അപ്പോൾ ഈ 1,00,000 കണ്ടെത്തുന്ന ഈ ഭഗവത്ഗീത
പ്രധാനമന്ത്രിക്കൊപ്പം ചൊല്ലുന്ന കേട്ട ഒരു വൈബ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ വേറെ ഒരു അത്ഭുതം കൂടെ ഉണ്ടായി. പശ്ചിമ ബംഗാളിലാണ്, കൽക്കട്ടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ ഹൈന്ദവ സംസ്കൃതിയിലുള്ള പാർട്ടി. താമരയാണ് അവരുടെ ചിഹ്നം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത ചൊല്ലിക്കൊണ്ട് അങ്ങ് ബംഗാളിൽ 5 ലക്ഷം 5 lakhs BJPക്കാർ ഒന്നിച്ച് ചൊല്ലുന്ന ഭഗവത്ഗീത. ശരണവയ്യപ്പ. എടുത്തു നോക്കണം. കൽക്കട്ട ഭഗവത്ഗീത 15th chapter 20 ശ്ലോകാസ് നടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും. 5 ലക്ഷം ആൾക്കാരാണ് ഭഗവത്ഗീത ചൊല്ലിയത്. ഈ 15ാമത്തെ അധ്യായം. എന്താണ് ഈ 15ാമത്തെ അധ്യായത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃതകൃതശ്ച ഭാരത, എല്ലാവരുടെയും ജന്മം കൃതകൃത്യമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പുരുഷോത്തമ യോഗത്തിൽ. അതിൽ 20ാമത് ഒരു ശ്ലോകമുണ്ട്. ഭഗവാൻ പറയുന്ന അതിബൃഹത്തും അതീവ ഗൂഢവും അതീവ രഹസ്യവും പരമപ്രേമവും ഒഴുകുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം നമ്മളൊക്കെ വീട്ടിൽ പൂജാമുറിയുടെ മുന്നിൽ എഴുതി ഒട്ടിക്കണം. നമ്മളൊക്കെ പഠിക്കണം. ഇത് നമ്മളാരും പഠിപ്പിക്കാതെ നിൽക്കണ്ട. നമ്മളിങ്ങനെ നിരന്തരം ചൊല്ലിയാൽ മതി. നമ്മളിങ്ങോട്ട് നിരന്തരം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുകയായി. നമ്മുടെ ഭർത്താവ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളത് പഠിക്കുകയായി. നമ്മളെ മക്കളത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെയിനായിട്ട് അങ്ങോട്ട് പൊക്കോളും. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ് മുൻ ശബരിമല മേൽശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്യാർ. അദ്ദേഹം ഈ ഭഗവത്ഗീത എന്ന ആശയം എൻ്റെ ഹൃദയത്തിൽ തരികയും എൻ്റെ അമ്മയത് താരാട്ടുപാട്ടി എന്നെ ഈ സംസ്കൃതി വികസിപ്പിക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച ഈ സംസ്കൃതി എനിക്ക് അമ്മിഞ്ഞപ്പാലിന് തുല്യമാണ് ഭഗവത്ഗീത. കാരണം മറ്റൊന്നുമല്ല, പെറ്റ അമ്മയ്ക്ക് തുല്യമാണ് ഭഗവത്ഗീത മാതാജി. കാരണം എൻ്റെ അമ്മ എനിക്കെൻ്റെ ശരീരത്തിനാണ് ജന്മം നൽകിയതെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വികാസം അതാണ് ഭഗവത്ഗീത. പിന്നെ അനുനിമിഷം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം, എൻ്റെ ആരോഗ്യ പ്രശ്നം, എൻ്റെ ഭാര്യയിൽ നിന്നുമുള്ള പ്രശ്നം, എൻ്റെ അച്ഛനിൽ നിന്നുമുള്ള പ്രശ്നം, എൻ്റെ അമ്മയിൽ നിന്നുമുള്ള പ്രശ്നം, എൻ്റെ മക്കളിൽ നിന്നുമുള്ള പ്രശ്നം, അയൽക്കാരിൽ നിന്നുള്ള പ്രശ്നം, എൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്നുള്ള പ്രശ്നം, എൻ്റെ സഹോദരിമാരിൽ നിന്നുള്ള പ്രശ്നം, എൻ്റെ സഹോദരങ്ങളിൽ നിന്നുള്ള പ്രശ്നം, മറ്റ് ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നം, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നം, സോഷ്യൽ മീഡിയകളിൽ നിന്നുള്ള പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകേണ്ടത്. ഈ ഓരോ പ്രശ്നങ്ങൾക്കും ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ട ഓരോ പ്രശ്നത്തിനെയും അതിവർത്തിക്കാനുള്ള അറിവും കഴിവുമാണ് ഭഗവത്ഗീത എന്ന മാതാജി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് പഠിച്ചു. നിങ്ങളും ഇത് പഠിക്കണം. നിങ്ങളിത് പഠിക്കണം. എന്നിട്ട് എൻ്റെ അച്ഛനെ പോലെ നിങ്ങളിങ്ങനെ ഒച്ചത്തിൽ വീട്ടിൽ നിന്ന് ചൊല്ലിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭാര്യ പഠിച്ചോളൂ. ഞാനിത് തമാശ പറയല്ലേ, എൻ്റെ ഭാര്യ പഠിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ മക്കൾ പഠിച്ചു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെ മക്കളും പഠിക്കണം, നിങ്ങളെ ഭർത്താവും പഠിക്കണം, നിങ്ങളെ സഹോദരങ്ങളും പഠിപ്പിക്കണം. എന്താണ് ഇതിൻ്റെ ഓരോ മുത്തുകളും പൂർണ്ണ പുണ്യാവതാരമായ കൃഷ്ണനാണ് നമ്മോട് പറയുന്നത്.
ജീവിച്ചിരുന്ന കൃഷ്ണനാണ് നമ്മോട് പറയുന്നത്. ഗുരുവായൂരപ്പൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച, സർവ ഐശ്വര്യങ്ങൾക്കും വിളനിലവാരമായ ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മോട് പറയുന്നു, ഹിതി ഗുഹ്യതമം ശാസ്ത്രം ഹിതമുക്തം മയാനഘ യദദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത കൃതകൃത്യശ്ച ഭാരത. മാനവരാശിയോട് പറയുകയാണ് ഭഗവാൻ, ജീവിതത്തിൽ കൃതകൃത്യനായി വരണം. എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് കഴിക്കേണ്ടതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് കേൾക്കാനുള്ളതൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞു. എൻ്റെ ജന്മം ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. വിദ്യാധരണ്യ സ്വാമികളെ പഞ്ചദശിയിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ആ നിലയിലോട്ട് നാം നമ്മുടെ ജീവിതത്തെ ഉയർത്തണം. ആചാര്യനായ ജഗദ്ഗുരു നമ്മെ പറയുന്നു, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും നമ്മെ പാർത്ഥാർത്ഥ്യ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവപ്തമവാപ്തവ്യം കർത്തയേവ ഹി കർമ്മണി. ആ ജന്മം ധന്യധന്യമാകാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്ന സംതൃപ്തിയിൽ അനുനിമിഷം ജീവിക്കാൻ, ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ജീവിക്കാൻ കൃഷ്ണൻ കണ്ടുപിടിച്ച അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസിലെ ഏറ്റവും നല്ലൊരു ശ്ലോകമാണ് എന്ത്? നമ്മെ പാർത്ഥാർത്ഥി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തയേവ ഹി കർമ്മണി. ഹേ പരമാർത്ഥജ്ഞാനമറിഞ്ഞ അർജുന, അർജുന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളോടുമാണെന്ന്. നമ്മെ പാർത്ഥാർത്ഥ്യ കർത്തവ്യം, അർജുന എനിക്കിനൊന്നും നേടാനില്ല. ത്രിഷു ലോകേഷു കിഞ്ചന, 3 ലോകവും ഞാൻ കീഴടക്കിയതാണ്. നാനാവാപ്തമവാപ്തവ്യം, എനിക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല, ഇപ്പം നേടാനായിട്ടൊന്നുമില്ല, ഫ്യൂച്ചറിൽ അച്ചീവ്മെൻറ്റ്സുകളും ഒന്നുമില്ല. എന്നിട്ടും ഞാൻ നോക്കിക്കോളൂ, എന്നിട്ടും ഞാൻ നോക്കൂ. 10ാം ക്ലാസ് തോറ്റ രാമൻ നായരുടെ മകൻ വിജയൻ നായർ ചെയ്യുന്നത് പോലെ ഏതൊരു സ്ഥാപനത്തിലെയും ഏറ്റവും ലാസ്റ്റ് ഗ്രേഡായിട്ടുള്ള ആൾക്കാരുടെ പോസ്റ്റാണ് എന്ത്? 10ാം ക്ലാസ് തോറ്റ ആളാണ് ഡ്രൈവർ. ഇതേ ജോലി ഞാൻ ചെയ്യുന്നു, ഇതേ ജോലി ഞാൻ ചെയ്യുന്നു. നമ്മെ പാർത്ഥാർത്ഥ്യ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തയേവ കർമ്മണി. ഞാൻ കർമ്മം ചെയ്യുകയാണ്. എന്തിന്? എന്തിന്? ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശത്രുരാഷ്ട്രമായ പാകിസ്ഥാനിലെ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഓരോ ടെററിസ്റ്റുകളുടെയും മനസ്സിന് അടിമുടി പരിവർത്തനം വരാനായിക്കൊണ്ടാണ്. എന്തിന്? ട്രംപിൻ്റെ ബുദ്ധിക്ക് പരിവർത്തനം വരാനാണ്. എന്തിന്? ചൈനയിലെ ഓരോ സഹോദരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ ധർമ്മശാസ്ത്രം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്തത്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഒന്നിലും സംതൃപ്തിയില്ലാത്ത ആധുനിക മനുഷ്യൻ, ഒന്നിലും സംതൃപ്തിയില്ലാത്ത ആധുനിക മനുഷ്യൻ, അവൻ ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, എത്ര ഉന്നതനായിക്കോട്ടെ, ഇവൻ ജീവിതത്തിൻ്റെ സായംകാലം റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇവൻ ഇന്നലെ വരെ കൊണ്ടുപോയ ഒരു പ്രൊഫഷനുകളും ഒരു വിദ്യയും ഒന്നും എല്ലാം യൂസ്ലെസ്സുകളായി മാറ്റിവെക്കുകയാണ് റിട്ടയർമെൻ്റ് ആകുമ്പോഴോ. അപ്പോൾ റിട്ടയർമെൻറ്റ് ഇംപ്രിസൺ എന്ന് പറയും. അതിന് എന്താണ്? റിട്ടയർമെൻറ്റ് ഇംപ്രിസൺ എന്ന് പറയും. ആ ഇംപ്രിസൺ എന്താണ്? വാർദ്ധക്യ വിഷാദ തടവറ. വാർദ്ധക്യ വിഷാദ തടവറയിലാണ് മരണത്തെ കാത്തിരിക്കുന്ന, മരണത്തെ പുൽകാൻ കാത്തിരിക്കുന്ന, വേദങ്ങൾ പറയുന്ന ഗൃഹാന്ധകൂപത്തിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്.
ഇതിന് നമുക്കൊരടിമുട്ടി പരിവർത്തനം വരുത്തണം. ഇവിടെ നിന്ന് ഉയരണം. ഇവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും വളരണം. നിങ്ങൾ വളരണം, ഞാൻ വളരണം, മാനവരാശി വളരണം. നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം. എന്തിന്? ഗീത എന്തിനു പഠിക്കുന്നത്? ഈ ജീവിതം ഇപ്പോൾ ഇവിടെ സംതൃപ്തമായി കൊണ്ടു നടക്കാനാണ്. ജീവിതം സംതൃപ്തമായി കൊണ്ടു നടക്കാനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് പൂർണ്ണ പുണ്യാവതാരം എടുത്ത കൃഷ്ണൻ പറയും, നിത്യതൃപ്തോ നിരാശ്രയ. എന്താണ് പറയുക? നിത്യതൃപ്തന്മാരായി കാണണം. അങ്ങനെ പറഞ്ഞാൽ എന്താണ് തിരുമേനി എന്ന ചോദ്യത്തിൽ സ്വന്തം അച്ഛനിലൊരു തൃപ്തി, സ്വന്തം അമ്മയിലൊരു തൃപ്തി, സ്വന്തം ഭാര്യയിലൊരു തൃപ്തി, സ്വന്തം മക്കളിലൊരു തൃപ്തി, സ്വന്തം സഹോദരങ്ങളിലൊരു തൃപ്തി, സ്വന്തം ശരീരത്തിലൊരു തൃപ്തി, സ്വന്തം ഷേപ്പിലൊരു തൃപ്തി, സ്വന്തം കർമ്മത്തിൽ, കരിയറിൽ, ജോലിയിലൊരു സംതൃപ്തി, നമ്മുടെ ഭരണകർത്താക്കളിലൊരു സംതൃപ്തി, എല്ലാത്തിലും ഒരു സംതൃപ്തി, പ്രകൃതിയിലും ഒരു സംതൃപ്തി. ഇതാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. ഇതിനാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളെ ഭാര്യയിൽ സംതൃപ്തിയില്ല, നമ്മുടെ ഭർത്താവിൽ സംതൃപ്തിയില്ല. അതല്ല ഈ ദിവസേന ഒളിച്ചോട്ടങ്ങൾ കാണുന്നത്. നമ്മളെ മക്കളിൽ ഒരു സംതൃപ്തിയില്ലാത്തത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്, അവർ വഴിപിഴച്ചു പോകുന്നത്. നമ്മുടെ മക്കളിൽ നമുക്ക് സംതൃപ്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോടുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് അവർ ലവ് ജിഹാദിലും മദ്യത്തിലും മയക്കുമരുന്നിലും പോയി വീഴുന്നത്. ബി കെയർഫുൾ. അതുകൊണ്ട് ഗുഹ്യതമാം ശാസ്ത്ര, നമ്മുടെ മക്കളോട് പറഞ്ഞ മക്കളെ, ഭഗവത്ഗീത ഇത് ശാസ്ത്രമാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കലും ഉള്ളതുപോലെ ലാബിൽ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യുന്നത് പോലെ സ്പിരിച്വൽ സയൻറ്റിസ്റ്റായ ഋഷീശ്വരന്മാരുടെ വിഷനും മിഷനുമാണ് ഉപനിഷത്തുക്കൾ. ഈശകേശ കഠ പ്രശ്നമുണ്ടമാണ്ഡോക്യ തൈത്തിരി ഐത്തിരീയം ചാന്തോക്യം ബൃഹദാരണ്യകം തഥ. ഈ ദശോപനിഷത്തുക്കൾ സർവോപനിഷത്തോകാവോ എന്ന് പഠിച്ചില്ലേ? ശ്രീശങ്കര ഭഗവത്പാദർ ഭാഷ്യം കൊടുത്ത് ആ സർവ ഉപനിഷത്തുക്കളുടെയും സാരമാണ് വേദവ്യാസ ഭഗവാൻ ഇതിൽ കടഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകളുടെ വിഷനും മിഷനും, പൂർണ്ണപുണ്യാവതാരമെടുത്ത കൃഷ്ണൻ്റെ വിഷനും മിഷനുമാണ് ശാസനാത്രായതേ ഇതി ശാസ്ത്രാഹ. ഇത് ശാസിച്ച് നമ്മളെ ത്രാണനം ചെയ്യുന്നു, സമ്പൂർണമായി നമ്മളെ സംരക്ഷിക്കുന്നു, സമ്പൂർണമായി ജീവിതത്തെ സംതൃപ്തിപ്പെടുത്തുന്നു. എൻ്റെ അമ്മയുടെ യൂട്രസിനകത്ത് ഉണ്ടായതുപോലെയാണ്, ആ സംതൃപ്തിയിലാണ് ഈ നിമിഷം വരെ ഞാൻ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റൊരു അംബ്ലിക്കൻ കോഡ് എനിക്ക് ലഭിച്ചു. അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഭഗവത്ഗീത എന്ന 18 അധ്യായങ്ങളിലൂടെ 700 ശ്ലോകങ്ങളിലേക്കാണ്. അവ ഞാൻ ലിങ്ക് ചെയ്ത് അവ പഠിക്കുന്നു, അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ പ്രാവർത്തികമാക്കി റിസൾട്ട് കിട്ടുന്നതാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ ഞാനിത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉദയനാപുരം ക്ഷേത്രത്തിലെ വേദപാഠശാലയിൽ ഞാനിത് കുട്ടികളെ പഠിപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിലുള്ള വേദപാഠശാലയിൽ ഞാനിത് പഠിപ്പിക്കുന്നു. എൻ്റെ മക്കളെ ഞാനിത് പഠിപ്പിക്കുന്നു. നിങ്ങളോട് പഠിക്കണം. അപ്പം ജീവിതത്തെ ശാസ്ത്രീയമായി പഠിക്കാൻ, ജീവിതത്തെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് അനുഭവിച്ചവർ കണ്ടെത്തിയ സത്യം, അത് നമുക്കും ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതി ഗുഹ്യതമം ശാസ്ത്രം, ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഇത് ഗുഹ്യതമമാണ്. ഗുഹ്യതമമായ ശാസ്ത്രമെന്ന് പറയാൻ കാരണം ഇത് പേഴ്സണലൈസ്ഡ് ടെക്സ്റ്റാണ്. പേഴ്സണലൈസ്ഡ് ടെക്സ്റ്റാണ്. ഇത് മനസ്സിൻ്റെ ശാസ്ത്രമാണ്. എന്താണ്? മനസ്സിൻ്റെ ശാസ്ത്രമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ്. കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞൊരു സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഈ ആധുനിക മനഃശാസ്ത്രത്തിനകത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, എന്താണ്
ഞങ്ങൾക്ക് വേദങ്ങൾ പറയുന്നു സങ്കല്പ വികല്പാത്മഹാ മനഹാന്ന്. ആ സങ്കല്പ വികല്പാത്മകമായ മനസ്സിനെ തരംതിരിച്ച് വിടാനാണ് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്താ പറയുന്നത്? ഈ മനസ്സിനെ മനോരോഗികളെ അദ്ദേഹം പെടുത്തിയിരിക്കുന്നത് എയ്സറിൻ്റെ കൂട്ടത്തിലാണ്. എന്താണ്? സെയ്സറിൻ്റെ കൂട്ടത്തിലാണ്. സെയ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചിന്തകളുടെ ചുഴിയിൽ അമ്മമാർ പെട്ടുകഴിഞ്ഞാൽ, ഗർഭിണികൾ ചിന്തയുടെ ചുഴിയിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ആ BP വർദ്ധിക്കുന്നു, ആ കുട്ടികൾക്ക് ചുഴലി ഉണ്ടാകുന്നു. ഈ ചുഴലിക്ക് കൊടുക്കുന്ന മരുന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർ മനോരോഗികൾക്ക് കൊടുക്കുന്ന ഗുളികകൾ. ഡൈസാപ്പം എന്ന ഗുളിക കൊടുക്കും, ലോറാസിപാം എന്നുള്ള ഗുളിക കൊടുക്കും. ഉണ്ണിയപ്പവും അച്ചപ്പവും അല്ല, ഇത് ചുഴലിക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഇത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഗൂഗിളിൽ അടിച്ചു നോക്കിയത്, ഈ ഡിപ്രഷന് എന്താണ് മരുന്ന് എന്ന് അടിച്ചു നോക്കിയത് നമ്മളെ കോഴിക്കോട് ജില്ലക്കാരാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈ തത്വസംഹിതകൾ ജനറലാണ്. എന്താണ്? ജനറലാണ്. എന്നാൽ ഭഗവാൻ അവതരിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലൂടെ പേഴ്സണലൈസ്ഡ് ടെക്സ്റ്റാണ്. എന്താണ്? വ്യക്തിഗതം, മനസ്സിൻ്റേതാണ്. മനഃശാസ്ത്രമല്ല, മനസ്സിൻ്റേതാണ്. ജനറലല്ല, വ്യക്തിപരമാണ്. അപ്പോൾ മയാ, ഇവിടെ കൃഷ്ണൻ പറയുന്നു ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ. ഞാൻ ഓരോ വ്യക്തികളുടെയും മനസ്സിൻ്റെ സമാനതകളില്ലാത്ത വ്യക്തിത്വം, ഓരോ വ്യക്തികളുടെയും മനസ്സിൻ്റെ സമാനതകളില്ലാത്ത വ്യക്തിത്വം ഇത് വികസിപ്പിക്കണം. ഇതാണ് കൃഷ്ണന് നമ്മോട് പറയാനുള്ളത്. അപ്പോൾ ഗുഹ്യതമം എന്താണ്? നമ്മുടെ കാമുകി നമ്മോട് പറയുന്നു ഒരു രഹസ്യം പറയാനുണ്ട്, ഞാനത് പിന്നെ പറയാം. മനസ്സിലായല്ലോ? നമ്മുടെ കാമുകൻ നമ്മോട് പറയുന്നു ഒരു രഹസ്യം പറയാനുണ്ട്, ഇത് പിന്നെ പറയാം. പിന്നെ കണ്ടിട്ടാൻ പറയുന്നു ഐ ലവ് യു, ബാക്കി ഞാൻ പിന്നെ പറയാം. ഇതാണ് രഹസ്യം. അപ്പോൾ അതിനകത്ത് ക്യൂരിയോസിറ്റി വളരെയധികം വർദ്ധിക്കുകയും അതിനുശേഷം ലവ് വിത്ത് കെയർ ആൻഡ് വളരെ സൈലൻ്റായിട്ട് പറയുമ്പോഴേക്കും, വളരെ പ്രേമമായിട്ട് പറയുമ്പോഴേക്കും അത് ഓപ്പോസിറ്റായിട്ട് കേൾക്കുന്നവരുടെ ഹൃദയത്തിനുള്ളിൽ അങ്ങോട്ട് പതിയും. കാരണം ഫുൾ കോൺസെൻട്രേഷനാണ് രണ്ട് വിഭാഗത്തിനും ഇവിടെ. അപ്പോൾ ജീവിത വിജയശാസ്ത്രമാണ്. വിമർശനാത്മകപരമായി ജീവിത വീക്ഷണം. അതിനെന്താണ്? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, എനിക്കൊരബദ്ധം പറ്റി. നമ്മുടെ ഭർത്താവിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സേഫ് സോണിലായി. നമ്മുടെ ഭാര്യയോട് പറയുന്നു സോറി, നമ്മുടെ ജീവിതം സേഫ് സോണിലായി. ഇത് കണ്ട് പഠിക്കുകയാണ് നമ്മുടെ മക്കൾ. നമ്മുടെ സുഹൃത്തുക്കളോട് പറയണം സോറിടാന്ന്. അതോടുകൂടി ഫയൽ ക്ലോസ് ചെയ്തു. ഇത് ഗുഹ്യതമം, പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, അനുഭവിക്കേണ്ട സംഗതി. പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കേണ്ട സംഗതി. ഷോക്കടിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാണ് പേഴ്സണലൈസ്ഡ്. അതാണ് ഇത് ഗുഹ്യതമം. നമ്മൾ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ രുചി എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? ഗുഹ്യതമമാണ്. അത് പേഴ്സണലൈസ്ഡ് ആണ്. നമ്മൾ ഒരു സെക്സ് അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വളരെ രഹസ്യമായിട്ടാണ്. ഇനി തീ കത്തുമ്പോൾ പോയിട്ട് കൈ പൊള്ളൽ എന്താണെന്ന് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം വ്യക്തി ജീവിത സന്തോഷ സംതൃപ്തി വികാസങ്ങളാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ദി സീക്രട്ട് ഓഫ് സക്സസ് ലൈഫിന് കുറ്റം പറയരുത്, പരസ്പരം കുറ്റപ്പെടുത്തരുത്. ആരോട്? നമ്മുടെ ലൈഫ് പാർട്ട്ണറോട്. പാകിസ്ഥാൻകാരോടല്ല, ഗോപാലൻ നായരുടെ മകനോടോ
വിൽപാക്ഷൻ പിള്ളയുടെ മകളോടോ അല്ല, നമ്മുടെ ലൈഫ് പാർട്ട്ണറോട്. എന്ത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു ഉയർച്ചയും വളർച്ചയും. ഇതമുക്തം മയ, ഇത് പറയുന്നത് ഞാനാണ്. ആര്? മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ. 16,008 ഭാര്യമാരെ മാനേജ് ചെയ്ത എക്സ്പീരിയൻസിൽ കൃഷ്ണൻ പറയുന്നതാണ്. 4 വേദസാരത്തോടുകൂടി ഇത് പറയുകയാണ്. അപ്പോൾ ഇതമുക്തം മയ അനഘ. അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് ദി പാപി. സെമിറ്റിക് മതങ്ങൾ വിളിക്കുന്നില്ലേ പാപികളെ 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 എന്നൊക്കെ പള്ളികളിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അത് തന്നെ ആ പാപികളുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അതാണ് അനഘ. ഒരു ഹിന്ദു എന്ന നിലയിൽ അറിയണം, വളരണം. നമ്മളെ കൃഷ്ണൻ അഭിസംബോധന ചെയ്യുകയാണ്, മാനവരാശിയോട് പറയുകയാണ്, അനഘ, പാപഭാരം ചുമക്കാത്തവനെ, ദുഃഖ ദുരിത ദുശകുനമല്ലാത്തവനെ. അങ്ങനെയുള്ളവർ മഹാസന്തോഷികൾ. അപ്പോൾ ദുഃഖി, ദുഃഖത്തെ ദുഃഖിപ്പിക്കാൻ പ്രാപ്തിയുള്ളവനാണ് അനഘ. ഇത്രയേ ഉള്ളൂ. 24 കാരറ്റ് ഡയമണ്ട്. ഇതിനാണ് പറയുന്നത് പരിശുദ്ധ ആത്മാവ്. അപ്പോൾ അമൃതത്വത്തിൻ്റെ സന്തതികളെ എന്നുള്ളതാണ് വേദങ്ങൾ പറയുന്നത്. ആ അമൃതത്വത്തിൻ്റെ സന്തതികളുടെ മുഖത്ത് നോക്കി കൃഷ്ണൻ പറയുകയാണ്, ഇതമുക്തം മയ അനഘ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏതത് ബുദ്ധ്വ, ഇതിനെ ബുദ്ധി കൊണ്ട് രുചിച്ച്, ഇതിനെ ബുദ്ധി കൊണ്ട് രുചിച്ച്, ആ ബുദ്ധി കൊണ്ട് രുചിച്ച് അറിഞ്ഞാലും ഇപ്പോൾ നമ്മൾ രുചിക്കുന്നത് മുഴുവൻ നാക്കുകൊണ്ടാണ്. അപ്പോൾ നാക്കിൻ്റെ രുചിയിൽ നിന്നും ഉയർന്ന് ബുദ്ധിയുടെ രുചിയിലേക്ക് ഉയരണം. മനസ്സിൻ്റെ രുചി എന്താണെന്നറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടിമുടി ഒരു പരിവർത്തനം വരും. എവിടെ? നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. സ്യാത്, എന്താണ്? നന്മ സംഭവിക്കും. സ്യാത്, 100% ഗ്യാരണ്ടീഡ്. മയാനഘ, ജഗദീശനായ പരമേശ്വരനാണിത് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. ആരാ ഗുരുവായൂരപ്പൻ? ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം. സുഹൃത്ത്, ജഗത്തിൻ്റെ ഗുരുവാണ്, ജഗത്തിൻ്റെ ഭർത്താവാണ്. ജഗത് ഭർത്ത പ്രഭു സാക്ഷി, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശനാണ്. ലോകത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ്. ഇദ്ദേഹം നിവസിക്കുന്നത് എവിടെയാണ്? അവനവൻ്റെ ഹൃദയത്തിൽ. നിവാസ ശരണം. നമ്മൾ അദ്ദേഹത്തെ സറണ്ടർ ചെയ്തു. എവിടെ? സുഹൃദ്ഭാവത്തിലൂടെ. അപ്പോൾ ഗുരുവായൂരപ്പൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗുരുവായി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമം ജപിക്കണം. എങ്കിൽ കൃതകൃത്യശ്ച ഭാരത, ജീവിതം കൃതകൃത്യമാക്കാൻ സാധിക്കും. ജീവിതം കൃതകൃത്യമായി കൊണ്ടു നടക്കാൻ നമ്മൾ ഭഗവത്ഗീത പഠിക്കണം, അറിവും കഴിവും വികസിപ്പിക്കണം. അത് നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ, എനിക്ക് സാധിക്കുമാറാകട്ടെ. മാനവരാശി സമസ്ത മേഖലകളിലും അവരുടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ശരണമയ്യപ്പ.